RDX ആദ്യ വിഷയത്തിലേക്ക്. മെയ് 7-നാണ് പെഹൽഗാമിന് മറുപടിയായി ഭീകരർക്കെതിരെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിന് തുടക്കമിട്ടത്. മെയ് 10-ന് 5 മണിക്ക് വെടിനിർത്തലോടെ സംഘർഷങ്ങൾ അയവ് വന്നു. ഈ സമയത്തിനുള്ളിൽ തന്നെ പാകിസ്ഥാനിലെ ഭീകര താവളങ്ങൾക്ക് നേരെയും ഭീകരരെ പിന്തുണച്ചെത്തിയ സൈന്യത്തിനും ഇന്ത്യ ശക്തമായ മറുപടി നൽകി. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സംഘർഷ സാഹചര്യം തീവ്രമായിരിക്കെയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അപ്രതീക്ഷിത വെടിനിർത്തൽ പ്രഖ്യാപനം. ഉടൻ തന്നെ ഇത് അംഗീകരിച്ച് പാകിസ്ഥാൻ രംഗത്തെത്തി. പിന്നാലെ ഇന്ത്യ സ്ഥിരീകരിച്ചു. പക്ഷേ അന്നു മുതൽ ഉയർന്ന പല ചോദ്യങ്ങളും ഇപ്പോഴും അന്തരീക്ഷത്തിൽ തുടരുകയാണ്. എന്തുകൊണ്ട് ട്രംപ് പ്രഖ്യാപനം നടത്തി? മൂന്നാം കക്ഷി ഇടപെട്ടോ? അമേരിക്ക സമ്മർദ്ദം ചെലുത്തിയോ? ഒന്നിനും മറുപടിയില്ലെന്നാണ് പ്രതിപക്ഷ ആരോപണം. രാജ്യത്തെ അഭിസംബോധന ചെയ്തിട്ടും ഇക്കാര്യങ്ങളിൽ പ്രധാനമന്ത്രി മൗനം വെടിയാത്തതും കൗതുകമാണ്. അമേരിക്കൻ മധ്യസ്ഥത ഇല്ലെന്ന് ഇന്നലെ വിദേശകാര്യ വക്താവ് വ്യക്തമാക്കി. പക്ഷേ എന്താണ് പ്രധാനമന്ത്രി മൗനം വെടിയാത്തത്? BJP-ക്കാർ പോലും ചൂണ്ടിക്കാട്ടുന്ന ട്രംപിന്റെ കടത്തിവെട്ടലിന് മറുപടി നൽകാതിരിക്കാൻ കാരണം എന്താകും? ആദ്യം കാണാം 59 സെക്കൻഡിൽ RDX റാം. ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചതിന് ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോഴും ആദംപൂരിൽ സൈനികരെ കാണാനെത്തിയപ്പോഴും പല വിഷയങ്ങളിലും വ്യക്തത വരുത്താൻ പ്രധാനമന്ത്രി മൗനപൂർവ്വം ശ്രമിച്ചില്ലെന്ന വിമർശനം ശക്തമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ മധ്യസ്ഥത അവകാശവാദങ്ങളെ ഒരിക്കൽ പോലും തള്ളിയില്ല. രാജ്യത്തോട് വിശദീകരിക്കാൻ പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന പ്രതിപക്ഷ ആവശ്യത്തോടും അനുകൂല നിലപാട് സ്വീകരിച്ചില്ല. ട്രംപിന് മോദി മറുപടി നൽകുന്നില്ലെങ്കിൽ ഇന്ത്യൻ വിദേശകാര്യ നയത്തെ അടിയറ വയ്ക്കുന്നതിന് തുല്യമാകുമെന്ന വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതിനിടെ ഓപ്പറേഷൻ സിന്ദൂറും ഭീകരതയ്ക്കെതിരായ പോരാട്ടവും തെരഞ്ഞെടുപ്പ് നേട്ടമാക്കാനുള്ള നീക്കങ്ങൾ BJP തുടങ്ങിക്കഴിഞ്ഞു. സംസ്ഥാനങ്ങളിൽ തിരംഗയാത്ര നടത്തി ജനങ്ങളിലേക്ക് ഓപ്പറേഷന്റെ വിശദാംശങ്ങൾ എത്തിക്കുകയാണ് ലക്ഷ്യം. ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിൽ തിരംഗയാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടി രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിനെതിരെ RJD അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി. RDX റാപ്പ് ന്യൂസ് മലയാളം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയിൽ അദ്ദേഹം രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തപ്പോഴൊക്കെ ഇക്കാര്യത്തിൽ വ്യക്തത വന്നോ? വ്യക്തത വരേണ്ടതല്ലേ? ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിക്കാനുള്ള കാരണം ഇതുവരെയും പ്രധാനമന്ത്രി വ്യക്തമാക്കിയില്ല. ട്രംപിന്റെ തുടർച്ചയായുള്ള മധ്യസ്ഥത അവകാശവാദങ്ങൾക്ക് മോദി നേരിട്ട് മറുപടി നൽകിയിട്ടുമില്ല. ഇന്ത്യൻ വിദേശ നയത്തെ അടിയറ വച്ചെന്ന വിമർശനങ്ങളിൽ പ്രധാനമന്ത്രി വ്യക്തത വരുത്തിയിട്ടില്ല. കശ്മീർ പ്രശ്നപരിഹാരത്തിന് ഇടപെടാമെന്ന ട്രംപിന്റെ വാഗ്ദാനത്തെ തള്ളിക്കളഞ്ഞില്ല. വ്യാപാരം റദ്ദാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന ട്രംപിന്റെ വാദത്തെയും തള്ളുന്നില്ല. പാകിസ്ഥാനുമായുള്ള ചർച്ചയ്ക്ക് ഇന്ത്യ നിഷ്പക്ഷ വേദി സ്വീകരിക്കുമോ എന്നതിലും വ്യക്തതയില്ല. ഈ വ്യക്തതയില്ലായ്മയെയാണ് പ്രതിപക്ഷം ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടുന്നത്. പ്രധാനമന്ത്രി പാർലമെന്റിൽ ഇക്കാര്യങ്ങൾ വിശദീകരിക്കണം എന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രി ഇന്ത്യയുടെ കശ്മീർ നയത്തിൽ വെള്ളം ചേർത്തു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. മോദിയുടെ അഭിസംബോധന ട്രംപിന്റെ വെളിപ്പെടുത്തലിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് എന്നാണ് ജയറാം രമേശ് ആരോപിച്ചത്. വെടിനിർത്തൽ പ്രഖ്യാപനം ട്രംപ് നടത്തിയത് ആശയക്കുഴപ്പം ഉണ്ടാക്കി എന്ന് CPIM-ഉം ആരോപിക്കുന്നു. വിദേശകാര്യ വക്താവാണ് ഈ കാര്യങ്ങളിലെല്ലാം തൽക്കാലം മറുപടി നൽകുന്നത് എന്ന പ്രശ്നം കൂടിയുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥത അവകാശവാദങ്ങൾ തള്ളി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് DGMO തല ചർച്ചയിലാണ് എന്ന് വിദേശകാര്യ മന്ത്രാലയം. കശ്മീർ വിഷയത്തിൽ ഉഭയകക്ഷി ചർച്ച എന്ന നിലപാടിൽ നിന്ന് ഇന്ത്യ പിന്മാറിയിട്ടില്ല. അമേരിക്കയുമായി ചർച്ചകൾ നടന്നെങ്കിലും വ്യാപാരം വിഷയമായിട്ടില്ല എന്നാണ് വിദേശകാര്യ വക്താവ് പറയുന്നത്. ഇതിനിടെ പ്രധാനമന്ത്രി സൈനികരെ കണ്ടു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആദംപൂർ വ്യോമത്താവളത്തിൽ എത്തി സൈനികരെ കണ്ട് നരേന്ദ്രമോദി. ആദംപൂർ വ്യോമത്താവളം തകർത്തെന്ന പാക് സൈന്യത്തിന്റെ വാദത്തെ തള്ളുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം കൂടിയായിരുന്നു ഇത്. S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തിന് മുന്നിൽ നിന്ന് സൈനികരെ അഭിവാദ്യം ചെയ്തു. ഭീകരവാദം തുടർന്നാൽ പാകിസ്ഥാന്റെ സർവനാശമെന്ന് പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അതേസമയം വിദേശകാര്യമന്ത്രി S ജയശങ്കറിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചു കേന്ദ്ര സർക്കാർ. ഒരു ബുള്ളറ്റ് പ്രൂഫ് വാഹനം കൂടി കേന്ദ്രമന്ത്രിയുടെ വാഹന വ്യൂഹത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് വിവരം. ഇത് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഈ സംഘർഷ സാഹചര്യത്തെ എല്ലാം കടത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ടാകുമെന്ന് RDX കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു. ഇത് ബീഹാറിൽ ഒരു നേട്ടമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ BJP. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓപ്പറേഷൻ സിന്ധൂർ ഉപയോഗപ്പെടുത്താനാണ് BJPയുടെ ശ്രമം. സൈനിക നടപടികൾ വിശദീകരിക്കുന്ന തിരംഗ യാത്രയുടെ ബീഹാർ എഡിഷൻ ഇന്നു മുതൽ ആരംഭിച്ചു. സൈനിക നടപടി രാഷ്ട്രീയ നേട്ടത്തിനായി പ്രചരിപ്പിക്കുന്നതിന് എതിരെ തേജസ്വി യാദവ് രംഗത്തെത്തി. പഹൽഗാമിന് മറുപടി നൽകുമെന്ന് മോദി ആദ്യം പറഞ്ഞതും ബീഹാറിലെ പൊതുറാലിയിലാണ് എന്നത് ഈ ഘട്ടത്തിൽ ഓർക്കണം. സനീഷ്, ഇത്രയുമാണ് വിവരങ്ങൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ
മുമ്പ് 99-ൽ ക്ലിൻ്റൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ആ നിലയ്ക്ക് അമേരിക്കൻ ഇടപെടൽ കൂടി കൊണ്ടാണ് സംഘർഷം ലഘൂകരിച്ചത് എന്നൊക്കെ പറയുമ്പോഴും അന്ന് ക്ലിൻ്റൺ വന്ന് ഈ അവകാശവാദം നേരിട്ട് ഈ മട്ടിൽ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ ക്ലിൻ്റൺ അല്ല, ട്രംപാണ് അമേരിക്കൻ പ്രസിഡന്റ്. ഇവിടെയാണെങ്കിൽ നരേന്ദ്രമോദിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. ഈ സാഹചര്യത്തിലാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത മട്ടിലുള്ള ഒരു കൺഫ്യൂഷൻ ഈ വെടിനിർത്തലിന് ശേഷവും ഉണ്ടാകുന്നത്. പക്ഷേ രാജ്യത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് അറിയാനുള്ള അവകാശമുണ്ടല്ലോ. നിശ്ചയമായിട്ടും രാജ്യത്തെ ഓരോ മനുഷ്യനും പൗരനും എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് നല്ല വ്യക്തമായുള്ള ധാരണ ഉണ്ടാക്കി കൊടുക്കേണ്ടുന്ന ഉത്തരവാദിത്തം നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്കുണ്ട്. പ്രത്യേകിച്ചും ഇത്ര വലിയൊരു സംഭവം ഉണ്ടായപ്പോൾ, ഇപ്പോൾ 26/11 ഉണ്ടായപ്പോൾ എന്ന് വെച്ചാൽ മുംബൈ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ അതിൻ്റെ ബഹളങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് രാജ്യത്തോട് വന്ന് മാപ്പ് പറഞ്ഞു. അതായത് ഈ സെക്യൂരിറ്റി ലാപ്സസിൻ്റെ പേരിൽ, സുരക്ഷാ വീഴ്ചയുടെ പേരിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഇത്തരമൊരു സംഭവം തടയാനാകാത്തതിൽ ഞാൻ രാജ്യത്തോട് മാപ്പ് പറയുന്നു എന്ന് തന്നെ അദ്ദേഹം ആ വാചകങ്ങളിൽ തന്നെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അക്കാലത്ത് പറഞ്ഞു. മൻമോഹൻ സിംഗും 2 ടേം ഭരിച്ച ആളാണ്. ദീർഘകാലം ഈ രാജ്യം ഭരിച്ച പ്രസ്ഥാനത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ്. അവർക്കും നല്ല ഉത്തരവാദിത്തം അവർ ആ ഘട്ടത്തിൽ കാണിക്കുകയാണ് ചെയ്തത്. എന്ന് മാത്രമല്ലല്ലോ, ആഭ്യന്തരമന്ത്രി രാജിവെച്ചു, ശിവരാജ് പാട്ടീലിലെ. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി വിലാസ് റാവു ദേശ്മുഖ് രാജിവെച്ചു. മഹാരാഷ്ട്ര ആഭ്യന്തരമന്ത്രി RR പാട്ടീൽ രാജിവെച്ചു. എന്ന് വെച്ചാൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ അതിൻ്റെ ഗൗരവം പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട് വളരെ കരുത്തുറ്റതായിരുന്ന ഒരു ഭരണ സംവിധാനത്തിൻ്റെയും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും ഭാഗം തന്നെ ആയിരുന്ന, ഇന്നിപ്പോൾ BJP പോലെ തന്നെ ആയിരുന്ന ശക്തമായിരുന്ന ആ കോൺഗ്രസിൻ്റെ നേതൃത്വം മാപ്പ് പറയുകയും രാജിവെക്കേണ്ട ആളുകൾ രാജിവെക്കുകയും ചെയ്തു. ഇതിനകത്ത് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ കേൾക്കുന്നേയില്ല. പത്താൻകോട്ട്, ഉറി, പുൽവാമ ഈ സംഭവങ്ങളൊന്നും ഉണ്ടായപ്പോൾ ഇതുപോലെ ഞങ്ങളുടെ ഭാഗത്തു നിന്നൊരു കുഴപ്പമുണ്ടായി. നമ്മൾ രാജ്യത്തോട് പറയേണ്ടതാണല്ലോ, ഞങ്ങൾക്ക് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല, മറ്റു കാരണങ്ങൾ കൊണ്ടാണ് ആക്രമണം ഉണ്ടായതെങ്കിൽ അങ്ങനെ അക്കാര്യമെന്ന് പറയണമല്ലോ. ഇതിപ്പോൾ ബൈസറൺ വാലിയിൽ 100 കണക്കിന് ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അവിടെ കശ്മീർ പോലെയുള്ളൊരു സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സുരക്ഷാ സേന എത്തിയത് വളരെ വൈകിട്ടാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്? സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് ആദ്യത്തെ ഈ പറയുന്ന സർവകക്ഷി യോഗത്തിനകത്ത് തന്നെ സമ്മതിച്ചു എന്നാണല്ലോ പ്രതിപക്ഷ പാർട്ടികളെല്ലാം വന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അക്കാര്യം പ്രധാനമന്ത്രി തന്നെയും വന്ന് പറയണ്ടേ? അതായത് ഇപ്പോൾ ഭീകരവാദികൾ തുനിഞ്ഞിറങ്ങിയാൽ, ആയുധവുമായിട്ട് വന്നിറങ്ങിയാൽ എന്ത് സുരക്ഷാ സംവിധാനം ഉണ്ടെങ്കിലും ആളുകളെ വെടിവെച്ച് കൊല്ലാൻ പറ്റും. അതങ്ങനെയാണ്. അത് ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ മറ്റോ പൂർണ്ണ പരാജയമായിട്ട് കാണണമെന്നത് രണ്ടാമത്തെ ചർച്ചയാണ്. പക്ഷേ നമ്മൾ അത് സംഭവിക്കും. അപ്പോൾ നാട്ടുകാരോട് ഇക്കാര്യം വന്ന് പറയേണ്ടത് എന്ന ചോദ്യം അവിടെയുണ്ട്. 26 പേർ കൊല്ലപ്പെട്ടു. പിന്നീട് കുറേ ആളുകൾ 10-20 പേര് ഈ അതിനുശേഷം ഉണ്ടായിട്ടുള്ള സൈനിക നടപടികളിൽ കൊല്ലപ്പെട്ടു. നമുക്ക് വലിയ നഷ്ടമുണ്ടായി. അപ്പോൾ ശക്തമായിട്ടുള്ള മറുപടി പറയുന്നു എന്ന ധാരണ ഉണ്ടാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അക്കാലത്തെ കഴിഞ്ഞ ദിവസത്തെ വാർത്ത അദ്ദേഹം രാജ്യത്തോട് സംസാരിച്ചതിലുണ്ട്. വളരെ ശക്തമായിട്ട് അദ്ദേഹം വളരെ പാകിസ്ഥാന് മുന്നറിയിപ്പൊക്കെ നൽകുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തേക്ക് വരുന്നില്ല എന്ന പ്രശ്നമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയുമായി ബന്ധപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വന്ന് പറയുന്നു, ഞങ്ങൾ ലോങ് നൈറ്റ് ടോക്ക് നടത്തിയിട്ടാണ് ഇങ്ങനൊരു സംഭവത്തിലേക്ക് എത്തിയതെന്ന് മാർക്കോ റൂബിയോയും മറ്റും പറയുന്നു, JD വാൻസും മറ്റും പറയുന്നു. അപ്പോൾ അമേരിക്ക ഇതിനകത്ത് ഇടപെട്ടു എന്ന കാര്യം അവർ തന്നെയും പറയുമ്പോൾ അത് സംബന്ധിച്ചുള്ള ധാരണ എന്താണ് എന്ന് പറയാനുള്ള ഉത്തരവാദിത്തമില്ലേ എന്ന ചോദ്യം അവിടെയുണ്ട്. ഇവിടെ അമേരിക്കയ്ക്ക് മറ്റൊരു കാര്യവും കൂടിയുണ്ട്. അതായത് ഈ സംഭവങ്ങൾ ഉണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് അമേരിക്കയ്ക്ക് വേണ്ടി 10-30 വർഷക്കാലത്തോളം ഞങ്ങൾ ഡേർട്ടി പ്ലേ നടത്തി, ശരിയല്ലാത്ത ചീത്ത കളികൾ ഞങ്ങൾ അവർക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് എന്ന കാര്യം ഖ്വാജ ആസിഫ് പറഞ്ഞു നമ്മുടെ മുന്നിലുണ്ട്. കാരണം സാധാരണഗതിയിൽ രാഷ്ട്രീയം ശ്രദ്ധിക്കാത്ത, ലോകരാഷ്ട്രീയം ശ്രദ്ധിക്കാത്ത, ഇരു രാജ്യങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ സംഭവിക്കാത്ത സാധാരണ പൗരർ പോലും, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ പോലും രാഷ്ട്രീയത്തിലേക്ക് പെട്ടെന്ന് ഉന്മുഖരായിട്ടുള്ളൊരു കാലമാണ് ഇത്രയും വലിയ പ്രശ്നമുണ്ടായത്. അപ്പോൾ അതിലേക്ക് വന്നു വീണ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്താവനകളൊന്നാണ് ഖ്വാജ ആസിഫ്. അതായത് പാകിസ്ഥാൻ ഞങ്ങൾ 10-30 വർഷക്കാലമായിട്ട് അമേരിക്കയ്ക്ക് വേണ്ടി ഡേർട്ടി ഗെയിം നടത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അമേരിക്ക ഒരു സ്ഥലത്തുണ്ട്. അതേ അമേരിക്ക വന്നിട്ട് ഞങ്ങളാണ് ജമ്മു കാശ്മീർ 1000 വർഷമുള്ള പഴക്കമുള്ള പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചു തരാമെന്ന് പറയുന്നു. അവിടെ ഞങ്ങളാണ് ഇടപെട്ടാണ് ഈ പ്രശ്നം പരിഹരിച്ചതെന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും ദിവസവും ഇത്രയും മണിക്കൂറുകളൊന്നും കൊണ്ടുപോകാതെ എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ പ്രധാനമന്ത്രി പറയേണ്ടതാണ്. ഇവിടെ രൺദീപ് ജയ്സ്വാൾ വന്ന് പറഞ്ഞു, വിദേശകാര്യ പ്രതിനിധി വന്നിട്ട് പറഞ്ഞു, അതായത് എല്ലാ കാലത്തും എന്ന പോലെ ജമ്മു കാശ്മീർ പ്രശ്നം നമ്മുടെ മാത്രം പ്രശ്നമാണ് എന്ന കാര്യം വ്യക്തമാക്കി. പക്ഷേ ഞാൻ ഈ പറയുന്ന പോലുള്ള 2 കാര്യങ്ങൾ, അതായത് നമ്മൾക്ക് മുൻപ് ഓർമ്മയുള്ള സമാനമായ സാഹചര്യത്തിൽ അക്കാലം ഭരിച്ചിരുന്ന പ്രധാനമന്ത്രിയും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മാപ്പ് തന്നെയും പറഞ്ഞിട്ടുണ്ട് രാജ്യത്തോട് എന്നത് ഒരു കാര്യം. അക്കാലത്തെ സംസ്ഥാന മന്ത്രിമാരും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും രാജി തന്നെയും വെച്ചിട്ടുണ്ട് എന്നൊരു കാര്യം. ആ ഗൗരവം ഈ തവണയും ആളുകൾ കൊടുക്കേണ്ടതല്ലേ, ഇപ്പോൾ ഭരിക്കുന്ന ആളുകൾ കൊടുക്കേണ്ടതല്ലേ എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും
BJP-ക്കാരടക്കമുള്ള പൗരരുടെ ചോദ്യമായിട്ട് മുന്നിലേക്ക് വരും. അമേരിക്കയ്ക്ക് മുന്നിൽ കുറെ കൂടെ ശക്തമായിട്ട് സംസാരിക്കേണ്ടതല്ലേ നമ്മുടെ ടോപ്പ് ലീഡർഷിപ്പ് എന്ന ചോദ്യവും അവിടെ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹർഷൻ, തീർച്ചയായും സുതാര്യത ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഒരു ജനാധിപത്യ രാജ്യമാണല്ലോ. തീർച്ചയായും സൈനിക രഹസ്യങ്ങൾ അല്ലെങ്കിൽ സൈന്യം ആ നിലയ്ക്ക് നമ്മളോട് വിശദീകരിച്ചിരുന്നു. വെളിപ്പെടുത്താനാവുന്ന കാര്യങ്ങൾ മാത്രം വെളിപ്പെടുത്താം, വെളിപ്പെടുത്താനാവാത്ത കാര്യങ്ങൾ വെളിപ്പെടുത്തില്ല എന്ന്. കുറെ കൂടി അങ്ങേയറ്റം വരെ സൈന്യം ഒരുപക്ഷെ പോയിട്ടുണ്ട്. അതായത് നമ്മുടെ സർക്കാരിനേക്കാൾ സുതാര്യമായിരുന്നു സൈന്യത്തിൻ്റെ നിലപാട് എന്നതാണ് ഏറെ കൗതുകകരം ഇന്ത്യൻ സാഹചര്യം നോക്കിയാൽ. കാരണം ഇപ്പോൾ റഫാൽ അടക്കമുള്ള വിഷയങ്ങൾ ചോദ്യമായി ആ സൈനിക ഉദ്യോഗസ്ഥർക്ക് നേരെ വരുമ്പോൾ അവർ പറയുന്നത് എന്താണ്? യുദ്ധമാകുമ്പോൾ നഷ്ടമുണ്ടാകും എന്നെങ്കിലും പറഞ്ഞു വയ്ക്കാൻ അവർ തയ്യാറാണ്. അത്രത്തോളം സുതാര്യത കാണിച്ചു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതുവരെ നിലനിൽക്കുന്ന ഊഹാപോഹങ്ങൾക്കൊക്കെ ഏതാണ്ടൊരു മറുപടി അവിടെ ലഭിച്ചിട്ടുണ്ട്. അത് നമുക്കും അങ്ങനെ തന്നെ വിശ്വസിക്കാം. കാരണം ഇതുവരെ കണ്ട യുദ്ധങ്ങളിലെല്ലാം എല്ലാ പക്ഷത്തും നഷ്ടമുണ്ടായിട്ടുണ്ട്. ലാഭത്തിൻ്റെതല്ലല്ലോ യുദ്ധം എന്ന് പറയുന്നത്. നമുക്കത് അങ്ങനെ തന്നെ വിശ്വസിക്കാം, ആശ്വസിക്കാം. അതേസമയം സർക്കാർ എന്താണ് ചെയ്യുന്നത്? സർക്കാർ വെളിപ്പെടുത്താവുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നില്ല. നേരത്തെ സനീഷ് സൂചിപ്പിച്ചതുപോലെ ഈ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ഈ ഇൻ്റലിജൻസ് വീഴ്ചയടക്കമുള്ള കാര്യങ്ങളിൽ, പോലീസിങ്ങിൻ്റെ വീഴ്ചയടക്കമുള്ള കാര്യങ്ങളിൽ ഈ വന്ന ആക്രമണം നടത്തിയതിന് ശേഷം ഇവർ തിരിച്ചു പോയവരെ തടയാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ള കാര്യത്തിലൊന്നും ഒരക്ഷരം മിണ്ടാനില്ല. ആ കാര്യത്തെക്കുറിച്ച് ഇതുവരെയും ആരും ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇല്ല എന്ന് മാത്രമല്ല, ഈ വീഴ്ചകളെല്ലാം നിലനിൽക്കുമ്പോൾ അപ്പുറത്ത് വലിയ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ട ഒരു പദ്ധതിയായി ഇതിനെ മാറ്റി തീർക്കുന്നു എന്നുള്ളത് വിചിത്രമായ ഒരു സംഗതിയാണ്. എന്തായാലും ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. BJP-യുടെ തിരങ്ക യാത്രയ്ക്ക് ബദൽ റാലിയുമായിട്ട് കോൺഗ്രസ് ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. രാജ്യത്ത് 10 മുതൽ 15 സംസ്ഥാനങ്ങളിൽ ജയ് ഹിന്ദ് സഭ റാലി സംഘടിപ്പിക്കുമെന്നാണ് ഇപ്പോൾ ജയറാം രമേശ് പറഞ്ഞിരിക്കുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം പങ്കെടുക്കും. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് റാലിയിൽ ചോദ്യങ്ങൾ ഉന്നയിക്കും. പ്രധാനമന്ത്രി നിശബ്ദനാകുന്നതിൻ്റെ കാരണം വ്യക്തമാക്കണമെന്നും ജയറാം രമേശ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് ഇതൊരു രാഷ്ട്രീയ വിഷയമായി ആ നിലയ്ക്ക് തന്നെ മാറുന്നു എന്നുള്ളത് കൂടിയാണ്. ഈ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടും. പക്ഷേ അതിനെ പ്രതിരോധിക്കാൻ തക്കവണ്ണമുള്ള ഒരു നീക്കമായി തന്നെയാണ് ഈ മൊത്തം എപ്പിസോഡിനെ ആദ്യം മുതൽ സർക്കാർ ഡിസൈൻ ചെയ്യുന്നത്, പ്രധാനമന്ത്രി ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ ആദ്യത്തെ പ്രതികരണം നടത്തുന്നത് എവിടെയാണ്? ബീഹാറിലെ റാലിയിൽ പോയതിന് ശേഷമാണ് പ്രതികരണം നടത്തുന്നത്. അതായത് എല്ലാം ആ നിലയ്ക്ക് പോകുന്നു. അതാണ് ആ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാതെ നേരെ ബീഹാറിലെ റാലിയിലേക്ക് പോകുന്നു. അങ്ങനെ ഓർക്കസ്ട്രേറ്റഡായി വളരെ കൃത്യമായി കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്ന മുറയിലേക്കാണ് ഈ കാര്യങ്ങളെ നീക്കുന്നത്. അതൊരു കാര്യം. ഇനി ട്രംപിൻ്റെ കാര്യം എടുത്താൽ അതിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ JD വാൻസും മാർക്ക് റൂബിയോയും ഒക്കെ ആദ്യഘട്ടത്തിൽ തന്നെ ദീർഘമായ സംഭാഷണം ഇവർ നടത്തി എന്നുള്ളത് അത് ആരുമായിട്ടൊക്കെയാണ്? അത് ആരെങ്കിലുമായി നടത്തി എന്നുള്ളതല്ല അവർ പറയുന്നത്. മോഡിയുമായി നടത്തി, ഷെരീഫുമായി നടത്തി, DGMOയുമായി നടത്തി, NSA മേധാവികളുമായി നടത്തി. അപ്പോൾ ഈ സുദീർഘമായ സംഭാഷണം എന്നുള്ളത് അവർക്ക് സ്ഥാപിക്കാൻ കഴിയുന്നുണ്ട്. ആ സ്ഥാപിക്കുന്നതിനെ ആരാണ് പിന്തുണയ്ക്കുന്നത്? അത് പാകിസ്ഥാനാണ് പിന്തുണയ്ക്കുന്നത്. പാകിസ്ഥാൻ അങ്ങനെ തന്നെ പറയുകയാണ്, ശരിയാണ്, അങ്ങനെ തന്നെയാണ് ഇതിലേക്ക് പോയിരിക്കുന്നത്. അതിനുശേഷം ഒരുപക്ഷെ DGMO തലത്തിലൊക്കെയുള്ള സംഭാഷണങ്ങൾ വെടിനിർത്തലിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് ഉണ്ടായേക്കാം. പക്ഷേ ഒരു മധ്യസ്ഥ ഇടപെടൽ ഉണ്ടായി എന്ന് പാകിസ്ഥാൻ അവിടെ സമ്മതിക്കുന്നു. ഇനി പാകിസ്ഥാൻ എന്താണ് ഇപ്പോൾ അന്താരാഷ്ട്ര വേദി ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവിടെ പാകിസ്ഥാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര വേദി ഇപ്പോൾ US-ൻ്റെ അടുത്ത് തന്നെ ഇത് തോണ്ടി പ്രൊവോക്ക് ചെയ്യാനായിട്ട്, US-നെ പ്രൊവോക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്പോക്സ് പേഴ്സൻ്റെ അടുത്ത് പോയിട്ട് പാകിസ്ഥാൻ്റെ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചിരിക്കുകയാണ്, ഞങ്ങളിതൊക്കെ സമ്മതിച്ചല്ലോ, പക്ഷേ ആ നരേന്ദ്രമോദി ഈ കാര്യങ്ങളൊന്നും സമ്മതിക്കുന്നില്ല. ഈ US പ്രസിഡന്റിന് വേണമെങ്കിൽ നൊബേൽ സമ്മാനം വരെ കിട്ടാവുന്ന തരത്തിലുള്ള ഒരു നീക്കമാണ് അദ്ദേഹം നടത്തിയത്. പക്ഷേ നരേന്ദ്രമോദി ഇതൊന്നും സമ്മതിക്കുന്നില്ല, കേട്ടോ എന്ന് പറയും. പക്ഷേ അതിനോട് വളരെ കൃത്യമായി US സ്പോക്സ് പേഴ്സൺ പ്രതികരിക്കുന്നുണ്ട്. കാരണം അവർ ഇപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത് വെടിനിർത്തൽ തുടരുക, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേരിട്ടുള്ള സംഭാഷണം തുടരുക, സമാധാന മാർഗത്തിലൂടെ സംഘർഷം ഒഴിവാക്കുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ് ആ തന്ത്രത്തിൻ്റെ മുനയെ ഒടിക്കുന്നുണ്ട്. പക്ഷേ അതൊരു പ്രശ്നമായി അന്താരാഷ്ട്ര വേദിയിലേക്കും ഇനി ഇവർ ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം സനീഷേ. അതായത് ഇതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. അതാരാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹം ആഗ്രഹിക്കുന്നതും അദ്ദേഹത്തെ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്നതും എങ്ങനെയാണ്? വിശ്വഗുരു എന്നുള്ള ഒരു സങ്കല്പത്തിലേക്കാണ്. അപ്പുറത്താരാണ്? ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു പിടിവലി നടക്കുന്നത് ആ നിലയ്ക്ക് നോക്കിയാൽ ട്രംപും നരേന്ദ്രമോദിയും തമ്മിലാണ്. ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൽക്കാലം ഇതുവരെ തയ്യാറായിട്ടില്ല. ട്രംപിനാവട്ടെ ആഗോള സമാധാന ദൂതൻ എന്ന മട്ടിലുള്ള ഒരു നിലപാട് സ്വീകരിക്കാനും വലിയ കച്ചവടക്കാരൻ എന്നുള്ള മട്ടിൽ വലിയ ആ നിലയ്ക്ക് ഒരു ട്രേഡർ, ഒരു വ്യവസായ, ഒരു വ്യാപാരി, ഇതിനെ മൊത്തം വ്യാപാരമായി കാണുന്ന ഒരാൾ എന്ന മട്ടിൽ
ഇതിനെ ലോക വേദികളിലെല്ലാം കൈകാര്യം ചെയ്യാനുമാണ് ട്രംപ് ശ്രമിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൊബേൽ പുരസ്കാരം കിട്ടുമെന്ന് അദ്ദേഹത്തിന്റെ ആരാധകർ വലിയ തോതിൽ നേരത്തെ മുതലേ വിചാരിക്കുന്നുണ്ട്. ഇതിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചെലവിൽ ട്രംപ് നൊബേൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ തമാശ. അതാണ് നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം അതിനു മുമ്പ് ട്രംപ് ഇത് കൊണ്ടുപോകുമോ എന്നുള്ള കാര്യം. അതിശക്തമായ ഭരണ സംവിധാനവുമായി മുന്നോട്ട് പോകുന്ന മോദി സർക്കാരിനെ സംബന്ധിച്ച് ഇന്ത്യ പാക് വെടിനിർത്തൽ ട്രംപ് വഴി ലോകമറിഞ്ഞത് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. വിദേശകാര്യ മന്ത്രാലയം മൂന്നാം കക്ഷി ഇടപെടലിനെ തള്ളിപ്പറയുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൗനത്തെ പ്രതിപക്ഷം കുത്തി നോവിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് രാജ്യത്തോട് പറയാൻ കേന്ദ്ര സർക്കാരിന് ബാധ്യതയുണ്ടെന്നാണ് RDXന്റെ പക്ഷം. രാജ്യത്തിന്റെ സൈനിക ശക്തി കൊണ്ട് പാകിസ്ഥാനെതിരെ നേടിയ വിജയത്തെ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കാനുള്ള നീക്കവും തള്ളിക്കളയേണ്ടതാണ്. ഇതിനു മുമ്പും BJP സൈനിക നീക്കങ്ങളെ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗപ്പെടുത്തി എന്ന ആരോപണം നിലനിൽക്കെയാണ് പുതിയ തന്ത്രങ്ങൾ. വിവേചന ബുദ്ധിയുള്ള ജനം അതൊക്കെ കാണുന്നുണ്ട് എന്ന് മാത്രം പറയുന്നു. RDXൽ ഒരിടവേള.